യുഎഇയിലെ സ്വകാര്യ മേഖലയിൽ ഇനി തോന്നിയ സമയത്ത് ശമ്പളം കൊടുത്താൽ പണിയും പിഴയും കിട്ടും. ജൂൺ 1 മുതൽ ഏകീകൃത ശമ്പള സമയപരിധി നിയമം രാജ്യത്ത് പ്രഖ്യാപിച്ചു. ഇതോടെ നിശ്ചിത തീയതിക്ക് ശേഷം ശമ്പള വിതരണം വൈകിയാൽ യുഎഇയിൽ കർശന നടപടി നേരിടേണ്ടി വരും. യുദ്ധവും സംഘർഷവും എന്ന പേരിൽ ഗൾഫിലെ ചില കമ്പനികൾ തൊഴിലാളികളുടെ ശമ്പളം വൈകിപ്പിക്കുകയാണെന്നും ചിലർ ശമ്പളം വെട്ടിക്കുറച്ചെന്നും തൊഴിലാളികൾക്കിടയിൽ പരാതി വ്യാപകമായിരുന്നു. ഇതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഏറെ ആശ്വാസകരമായ ഈ പ്രഖ്യാപനം. ഇതോടെ ഇനി സ്വകാര്യ മേഖലയിലും ഓരോ മാസവും നിശ്ചിത സമയത്ത് ശമ്പളം കൊടുത്തിരിക്കണം. ശമ്പളം പറഞ്ഞ തീയതിക്ക് ശേഷം കൊടുത്തില്ലെങ്കിൽ ശമ്പളം വൈകിപ്പിച്ചതായി കണക്കാക്കും. ശമ്പള പേയ്മെന്റുകൾ സ്ഥിരീകരിക്കുന്ന രേഖകളും ഡാറ്റയും തൊഴിൽ ഉടമകൾ കൃത്യമായി അധികാരികൾക്ക് നൽകണം. അതേസമയം നിശ്ചിത തീയതിക്കുള്ളിൽ ശമ്പളം നൽകിയില്ലെങ്കിൽ 2-ാം ദിവസം മുതൽ അധികാരികൾ നടപടിയെടുക്കാൻ തുടങ്ങും. ശമ്പളം നൽകാത്ത സ്ഥാപനങ്ങൾക്ക് അറിയിപ്പുകളും മുന്നറിയിപ്പുകളും ആദ്യം നൽകും. കാലതാമസം തുടരുകയാണെങ്കിൽ കർശന നടപടികൾ വരും. സമയപരിധി കഴിഞ്ഞ് 5-ാം ദിവസം മുതൽ കമ്പനികൾക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ അനുവദിക്കില്ല. നിശ്ചിത തീയതി കഴിഞ്ഞ് 11-ാം ദിവസത്തിനുള്ളിലും തൊഴിൽ ഉടമ ശമ്പളം നൽകാത്ത പക്ഷം കൂടുതൽ ഗുരുതരമായ നടപടികളും പിഴകളും നേരിടേണ്ടി വരും. ജൂൺ 1 മുതലാണ് ഈ ഏകീകൃത ശമ്പള സമയപരിധി നിയമം നടപ്പാക്കുന്നത്. യുഎഇയുടെ തൊഴിൽ സ്വദേശവൽക്കരണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾ അംഗീകൃത വേതന സംരക്ഷണ സംവിധാനത്തിലൂടെയോ മന്ത്രാലയം അംഗീകരിച്ച മറ്റേതെങ്കിലും സംവിധാനങ്ങളിലൂടെയോ തൊഴിലാളികളുടെ ശമ്പളം നൽകാൻ ബാധ്യസ്ഥരാണ്. അതിനാൽ ഇനി തട്ടുമുട്ട് ന്യായങ്ങൾ പറഞ്ഞ് ശമ്പളം വൈകിപ്പിച്ചാൽ അത് ഗുരുതരമായ ലംഘനമായി കണക്കാക്കും. സമയബന്ധിതമായ ശമ്പള പേയ്മെന്റുകൾ ഉറപ്പാക്കുക എന്ന വലിയ ലക്ഷ്യത്തിലാണ് യുഎഇയുടെ ഈ പുതിയ മാറ്റങ്ങൾ. ജയ്ഹിന്ദ് ന്യൂസ്, Dubai. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.